ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇൻഡക്റ്റൻസ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇൻഡക്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ ക്വാണ്ടിഫൈ ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് ഇൻഡക്റ്റൻസ്. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ഇൻഡക്റ്റൻസ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. സെൽഫ് ഇൻഡക്റ്റൻസും അതുപോലെ തന്നെ മ്യൂച്വൽ ഇൻഡക്റ്റൻസും. ആദ്യം നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണെന്ന് നോക്കാം. നോക്കൂ, നമ്മൾ രണ്ട് ലൂപ്പുകൾ എടുത്തിട്ടുണ്ട്. ലൂപ്പ് 1 അറ്റ് ദ ബോട്ടം ആൻഡ് ലൂപ്പ് 2 അറ്റ് ദി അപ്പർ സൈഡ്. ലൂപ്പ് 1 I1 കറണ്ട് നമ്മൾ പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നേരത്തെ ആംബിയേഴ്സ് ലോ അനുസരിച്ച് നമ്മൾ കണ്ടല്ലോ, I1 കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഡെൽ ക്രോസ് B1 ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഒരു കേളിയായിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു നമ്മൾ കണ്ടല്ലോ. സോ അങ്ങനെയുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് B1 ലൂപ്പ് 1 I1 കറണ്ട് ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. സോ ആ B1 നമുക്ക് ബയോഡ് സാവേർട്സ് ലോ അനുസരിച്ച് ഇങ്ങനെ എഴുതാം. ദിസ് B1 is equal to μ0/4 I1 ക്ലോസ്ഡ് ഇൻ്റഗ്രൽ dl1 ക്രോസ് r ക്യാപ് ബൈ r സ്ക്വയർ. ഓക്കെ, സോ ദിസ് ഈസ് B1. ഇപ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള എല്ലാ പോയിന്റുകളിലും B1 ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. സോ ഇങ്ങനെയുള്ള ഈ B1 അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ മാഗ്നറ്റിക് ഫ്ലക്സ് സെക്കൻഡ് ലൂപ്പിലൂടെയും കടന്നു പോവാമല്ലോ. സെക്കൻഡ് ലൂപ്പ് ഫസ്റ്റ് ലൂപ്പിൻ്റെ അടുത്ത് എവിടെയെങ്കിലുമാണ്, അതിൻ്റെ പ്രോക്സിമിറ്റിയിലാണ് കിടക്കുന്നതെങ്കിൽ സെക്കൻഡ് ലൂപ്പിലൂടെ അതിൻ്റെ ഒരു ഭാഗം കടന്നു പോകുന്നു. ഓക്കെ, സോ സെക്കൻഡ് ലൂപ്പിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെ, ഫീൽഡിൻ്റെ ഫ്ലക്സിനെ നമുക്ക് φ2 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. സോ φ2 is equal to, നേരത്തെ നമ്മൾ കണ്ടു ഫ്ലക്സിനുള്ള ഇക്വേഷൻ B.D ആയിരുന്നു. സോ φ2 is equal to, ഇവിടെയുള്ള B എന്ന് പറയുന്നത് ലൂപ്പ് 1 ക്രിയേറ്റ് ചെയ്യുന്ന, ലൂപ്പ് 1 കറണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന B ആണ്. അതുകൊണ്ട് തന്നെ ദാറ്റ് ഇസ് B1 ഡോട്ട് ഏതിൻ്റെ ഏരിയ ആണ് നമ്മൾ എടുക്കേണ്ടി വരിക? ഈ φ2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ലൂപ്പിലൂടെയുള്ള ഫ്ലക്സ് ആണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ലൂപ്പിൻ്റെ ഏരിയ അല്ലെങ്കിൽ സെക്കൻഡ് ലൂപ്പിൻ്റെ ഇൻഫിനിറ്റിസിമൽ ഏരിയയാണ് നമ്മളവിടെ ഡിഫറൻഷ്യൽ ഏരിയ ആയിട്ട് എടുക്കുന്നത്. സോ ദിസ് φ2 is equal to ഇൻ്റഗ്രൽ B1 ഡോട്ട് dA2. ഓക്കെ, മാത്രമല്ല നമുക്ക് ഇങ്ങനെ എഴുതാം, φ2 is equal to B1 ഡോട്ട് dA2. ബട്ട് B1 എന്താണെന്ന് നോക്കൂ. വാട്ട് ഇസ് B1? μ0/4 I1 ക്ലോസ്ഡ് ഇൻ്റഗ്രൽ dl1 r ഡിവൈഡഡ് ബൈ r സ്ക്വയർ. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇവിടെ B1 ഇതുകൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ദിസ് φ2 ഈസ് പ്രപ്പോർഷണൽ ടു I1. ദിസ് φ2 ഈസ് പ്രപ്പോർഷണൽ ടു ദിസ് I1. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ സെക്കൻഡ് ലൂപ്പിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് പ്രപ്പോർഷണൽ ടു കറണ്ട് ത്രൂ ദി ഫസ്റ്റ് ലൂപ്പ്. അപ്പോൾ നമുക്ക് φ2 പ്രപ്പോർഷണൽ ടു I1 എന്ന് എഴുതാമല്ലോ. അതിനെ നമ്മൾ ഇക്വേഷനാക്കി മാറ്റുകയാണെങ്കിൽ എന്തായിട്ട് മാറും? φ2 is equal to a constant into I1. That is φ2 is equal to m21 into I1, where this m21 is the constant of proportionality known as mutual inductance. So this is the mutual inductance. Okay, so ഈ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു, ഫസ്റ്റ് ലൂപ്പിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു കറണ്ട്, സ്റ്റഡി കറണ്ട് പാസ് ചെയ്താൽ മതി. സപ്പോസ് ഇനി
ഈ സ്റ്റഡി കറണ്ട് പാസ് ചെയ്യുമ്പോൾ സെക്കൻഡ് ലൂപ്പിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇ എം എഫ് എന്തായിരിക്കും? ഇതൊരു സ്റ്റഡി കറണ്ട് ആണല്ലോ. ഇ എം എഫിനുള്ള ഇക്വേഷൻ നമുക്കറിയാം, മൈനസ് ഡി ഫൈ ബൈ ഡി ടി. ഇവിടെ ഫൈ എന്ന് പറയുമ്പോൾ ഫൈ 2 ആണ്. അതുകൊണ്ട് തന്നെ മൈനസ് സെക്കൻഡ് ലൂപ്പിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇ എം എഫ് ഇ ടു ഈക്വൽ ടു മൈനസ് ഡി ഫൈ 2 ബൈ ഡി ടി. സോ ഇതൊരു സ്റ്റഡി കറണ്ടാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡി ഫൈ ബൈ ഡി ടി വിൽ ബി 0 സിൻസ് ഫൈ 2 is equal to a constant. ഓക്കെ, ഇനി നമ്മളൊരു വേരി ചെയ്യുന്ന കറണ്ടാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ലൂപ്പ് 1ലൂടെ ഒരു വേരിയിങ് കറണ്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫൈ 2 വിൽ നോട്ട് ബി 0. ഫൈ 2 വിൽ നോട്ട് ബി 0 മീൻസ് അവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നർത്ഥം. ഫസ്റ്റ് ലൂപ്പിലൂടെ വേരി ചെയ്യുന്ന ഒരു കറണ്ടാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വേരി ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതായത് വേരി ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈ 2 ബൈ ഡി ടി, where this phi 2 is equal to m21 into I1, that is minus m21 di1 by dt. So this is the equation for induced EMF in second loop. അപ്പോൾ ഇനി നമുക്ക് ന്യൂമാൻ ഫോർമുല ഫോർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണെന്ന് നോക്കാം. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലൊക്കെ സാധാരണയായിട്ട് ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് ന്യൂമാൻ ഫോർമുല. സോ അതുകൊണ്ട് അതിൻ്റെ ഡെറിവേഷൻ സ്റ്റെപ്പുകളൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, ഫസ്റ്റ് ലൂപ്പിലൂടെ ഒരു കറണ്ട് I1 പാസ് ചെയ്യുമ്പോൾ സെക്കൻഡ് ലൂപ്പിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ 2 is equal to ഇൻ്റഗ്രൽ B1 ഡോട്ട് dA2 അല്ലേ. where this B1 is the magnetic field intensity created by the first loop, which is equal to del cross A1 അല്ലേ. നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡിനെ, ഏത് മാഗ്നറ്റിക് ഫീൽഡിനെയും B is equal to del cross A എന്ന് എഴുതാമല്ലോ, where A is the magnetic vector potential. so that നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം, ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് A1 ഡോട്ട് dA2. ഇനി ഈ ഡെൽ ക്രോസ് A1 ഡോട്ട് dA2വിനെ നമ്മുടെ സ്റ്റോക്സ് തിയറം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം അല്ലേ. ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ A1 ഡോട്ട് dL2. അപ്പോൾ സ്റ്റോക്സ് തിയറം നമ്മൾ നോർമലി റിവേഴ്സ് ആയിട്ടാണ് പറയാറുള്ളത്. ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ A1 ഡോട്ട് dA2വിനെ ഓപ്പൺ സർഫസ് ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് A ഡോട്ട് dA എന്ന് എഴുതാം എന്നാണ് നമ്മൾ നോർമലി സ്റ്റോക്സ് തിയറം പറയാറുള്ളത്. സോ അത് റിവേഴ്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്കിതിനെ ഇങ്ങനെ എഴുതാം അല്ലേ. ഇനി നമ്മൾ മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ A1ന് ഓൾറെഡി ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ ഫോർത്ത് സെമ്മിൽ, μ0 I1 by 4 pi ഇൻ്റഗ്രൽ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ dL1 by R. ഇനി നമ്മൾ അറിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇലക്ട്രിക് വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ നോക്കിയിട്ട് നമുക്കെന്ത് ചെയ്യാം, ഇതിന് ഇക്വേറ്റ് ചെയ്യാവുന്നതാണ് അല്ലേ. 1/4 pi epsilon 0. ഇലക്ട്രോസ്റ്റാറ്റിക് കേസിൽ നമ്മുടെ വെക്റ്റർ സ്കേലാർ പൊട്ടൻഷ്യൽ, അതായത് നമ്മുടെ വോൾട്ടേജിനുള്ള ഇക്വേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതാറുള്ളത് എങ്ങനെയാണ്, 1/4 pi epsilon 0. ഇവിടെ ഐക്ക് പകരം നമ്മൾ ലാംഡ എന്ന് എഴുതാറുണ്ട് അല്ലേ. ലാംഡ dL by R എന്നാണ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ അതിന് പകരം ലാംഡക്ക് പകരം I എന്ന് എഴുതി എന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനെ ഫൈ 2 is equal to ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ A1 ഡോട്ട് dL2 where this A1 is this one. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, μ0 I1 by 4 pi ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ, നോക്കൂ വീണ്ടും ഒരു ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ, ആദ്യം ഈ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ പിന്നെ ഈ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ dL1 by R ഡോട്ട് dL2. ഇവിടെ ഓൾറെഡി കിടക്കുന്ന ഡോട്ട് dL2. ഓക്കെ, ബട്ട് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു വാട്ട് ഈസ് ഫൈ 2. ഫൈ 2 is equal to m21 into I1.
that is this proportional to I1, this proportionality constant is the mutual inductance M21 ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ ദിസ് φ2 is equal to this one and φ2 is equal to this M21 into I1, ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസിനുള്ള ഇക്വേഷൻ എഴുതാമല്ലോ. ഈ I1 ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നതായിരിക്കും നമ്മുടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ദാറ്റ് ഈസ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M21 equal to mu0 by 4 pi closed line integral dl1 dot dl2 divided by r. ഇതൊരു ഡോട്ട് പ്രോഡക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് dl1 dot dl2 എന്ന് എഴുതാം, അല്ലെങ്കിൽ dl2 dot dl1 എന്നും എഴുതാം. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇക്വേഷൻസിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് നോക്കാം. The first important point is M21 is a purely geometrical quantity. Purely geometrical quantity means നോക്കൂ, ഇതിൽ മറ്റൊരു ടേംസും തന്നെ വരുന്നില്ല. ജിയോമെട്രിക്കൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ മാത്രമേ വരുന്നുള്ളൂ. അതായത് mu0 by 4 pi എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. അത് കഴിഞ്ഞ് വരുന്ന ക്വാണ്ടിറ്റീസ് നോക്കുക, അത് പ്യുവർലി ജിയോമെട്രിക്കലാണ്. dl1 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഫിനിറ്റിസിമൽ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ലെങ്ത് വെക്റ്ററാണ് ഓഫ് ദി ഫസ്റ്റ് ലൂപ്പ്. അതേപോലെ സെക്കൻഡ് ലൂപ്പിൻ്റെ ഡിഫറൻഷ്യൽ ലെങ്ത്തിന് നമ്മൾ dl2 എന്ന് എഴുതുന്നു. ദെൻ r എന്ന് പറയുമ്പോൾ അവർക്കിടയിലുള്ള റിലേറ്റീവ് പൊസിഷനാണ് അല്ലെങ്കിൽ റിലേറ്റീവ് ഡിസ്റ്റൻസ് ആണ് r കാണിക്കുന്നത്. ഓക്കെ, സോ ദി M21 അല്ലെങ്കിൽ M ഈസ് എ പ്യുവർലി ജിയോമെട്രിക്കൽ ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് അതേപോലെ തന്നെ ഷേപ്പ് ആൻഡ് റിലേറ്റീവ് പൊസിഷൻ ഓഫ് ടു ലൂപ്സ്, വിച്ച് മീൻസ് ഇൻ്റഗ്രൽ dl എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലൂപ്പിൻ്റെ സൈസിനെയും ഷേപ്പിനെയും ഡിപ്പെൻഡ് ചെയ്യുമല്ലോ. അതേപോലെ dl2 എന്ന് പറയുമ്പോഴും സെക്കൻഡ് ലൂപ്പിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ dl1 ഡോട്ട് dl2 എന്ന് പറയുമ്പോൾ അതും ഇതുപോലെ തന്നെ ഇവരുടെ ഷേപ്പിനെയും അതേപോലെ അവർക്കിടയിലുള്ള പൊസിഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവർ എത്ര ആംഗിളിലാണ് ചേർന്ന് നിൽക്കുന്നത്, പാരലലായിട്ടാണോ നിൽക്കുന്നത് എന്നൊക്കെ ഈ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ r എന്ന് പറയുമ്പോൾ അവർക്കിടയിലുള്ള റിലേറ്റീവ് പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ദിസ് M2 ഈസ് എ പ്യുവർലി ജോമെട്രിക്കൽ ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ആൻഡ് ഷേപ്പ് ആൻഡ് റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ ടു ലൂപ്സ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സപ്പോസ് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഈ ഡോട്ട് പ്രോഡക്റ്റിനെ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും റിസൾട്ടിൽ മാറ്റം വരുന്നില്ലല്ലോ അല്ലേ. സോ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, dl2 ഡോട്ട് dl1 എന്ന് എഴുതാമല്ലോ. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ M12, നമ്മളിവിടെ M12 ആണ് എഴുതിയിരുന്നെങ്കിൽ ഇക്വേഷൻ എങ്ങനെയായിരിക്കും വരിക, mu0 by 4 pi dl2 ഡോട്ട് dl1 by r എന്നായിരിക്കും വരിക. ബട്ട് നമ്മുടെ ഡോട്ട് പ്രോഡക്റ്റ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ റിസൾട്ടിൽ മാറ്റം വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, M21 ഈക്വൽ ടു M12 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഈ M21 M12ന് ഇമ്പോർട്ടൻസ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സബ്സ്ക്രിപ്റ്റ് 21 12 എന്നൊക്കെ റിമൂവ് ചെയ്ത് രണ്ട് ലൂപ്പുകൾക്കിടയിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് മാത്രം പറയാം. രണ്ട് ലൂപ്പുകൾക്കിടയിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, അത് ഫസ്റ്റ് ലൂപ്പിൽ നിന്ന് സെക്കൻഡ് ലൂപ്പിലേക്കാണെങ്കിലും സെക്കൻഡ് ലൂപ്പിൽ നിന്ന്. അപ്പോൾ നമുക്കൊരു സിമ്പിൾ പ്രോബ്ലം നോക്കാം. എ ഷോർട്ട് സോളിനോയിഡ് ഓഫ് ലെങ്ത് L ആൻഡ് റേഡിയസ് A with N1 turns per unit length lies on the axis of a very long solenoid. Radius B, N2 turns per unit length as shown in figure. Current I flows in the short solenoid. What is the flux through the long solenoid? നമ്മുടെ ഷോർട്ട് സോളിനോയിഡിലൂടെ ഒരു കറണ്ട് I പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് ബി ഉള്ള ഈ ലോങ് സോളിനോയിഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫ്ലക്സ് എന്തായിരിക്കും, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഒന്നെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മുടെ ന്യൂമാൻ ഫോർമുല ഉപയോഗിക്കാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ബി അറിയുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട്
ഏരിയ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിനെ ഏരിയ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നതാണ്. സോ നോക്കൂ, ബി ഡോട്ട് ഡി എ ഉപയോഗിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെയുള്ള ഏരിയ മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടുപിടിക്കാം. ബട്ട് നോക്കൂ, ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് മീൻസ് ഷോർട്ട് സോളിനോയിഡിലൂടെ കറണ്ട് ഐ പാസ് ചെയ്യുന്നതിൻ്റെ ഫലമായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് നോക്കൂ, ഒരു ചെറിയ കുഴപ്പമുള്ളത്, അത് നമ്മുടെ ലോങ് സോളിനോയിഡിൻ്റെ പല ഭാഗങ്ങളിലും പല രീതിയിലായിട്ടായിരിക്കും ആക്ട് ചെയ്യപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ബട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഒരു കേസ് എന്ന് പറയുന്നത് ഇതിൻ്റെ റിവേഴ്സ് കേസാണ്. അതായത് ഈ ലോങ് സോളിനോയിഡിലൂടെയാണ് നമ്മൾ കറണ്ട് ഐ പാസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എല്ലായിടത്തും ഒരേ മാഗ്നറ്റിക് ഫ്ലക്സ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് നോക്കാം, നമ്മുടെ ലോങ് സോളിനോയിഡിലൂടെ സെയിം കറണ്ട് ഐ പാസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ, അതായത് നമ്മുടെ ഷോർട്ട് സോളിനോയിഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ബി വിൽ ബി μ0 n2 into I, μ0 n2 I, where n2 is the turns per unit length of the long solenoid. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ലോങ് സോളിനോയിഡിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ നമ്മുടെ ഷോർട്ട് സോളിനോയിഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫ്ലക്സ് എന്താണെന്ന് നോക്കാം. സോ ഫ്ലക്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ നമ്മൾ അതിൻ്റെ ഏരിയയുമായി മൾട്ടിപ്പിൾ ചെയ്താൽ മതി. വേർ ഏരിയ ഈസ് ദ റേഡിയസ് ഈസ് എ, സോ ദി ഏരിയ ഈസ് പൈ എ സ്ക്വയർ, പൈ ആർ സ്ക്വയർ, പൈ എ സ്ക്വയർ. സോ ദിസ് ഫ്ലക്സ് ഈക്വൽ ടു ബി ഇൻറ്റു പൈ എ സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു this μ0 n2I into pi a square. Okay, so the total flux through the inner solenoid will be എന്തായിരിക്കും എന്ന് നോക്കൂ. ടോട്ടൽ എത്ര ടേൺസ് അവിടെ വരുന്നുണ്ട്, ഇവിടെ n1 ടേൺസ് ആണുള്ളത്, n1 ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണുള്ളത്. അതുകൊണ്ട് തന്നെ n1 ഇൻറ്റു ലെങ്ത് L ആണ് തന്നിട്ടുണ്ടല്ലോ. സോ n1 ഇൻറ്റു L ടേൺസ് ആണ് ടോട്ടൽ ഉള്ളത്. സോ ദർ ആർ ടോട്ടൽ n1 ഇൻറ്റു L ടേൺസ്. സോ നമുക്ക് എന്ത് ചെയ്യണം, ടോട്ടൽ ടേൺസ് കൊണ്ട്, ഇത് ഒരു ടേൺസിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് ആണ്, അതുകൊണ്ട് തന്നെ ടോട്ടൽ n1 L ടേൺസിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് കിട്ടണമെങ്കിൽ അതുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. സോ μ0 pi a square, this n2I pi a square into n1L. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം, μ0 pi a square n1 n2 L into I. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫ്ലക്സിനുള്ള ഇക്വേഷൻ. ബട്ട് ഫ്ലക്സിനുള്ള ഇക്വേഷൻ മറ്റൊരു ഫോർമുല കൂടി നമുക്കറിയാം, വിച്ച് ഈസ് ഈക്വൽ ടു m into I, വേർ m is equal to, നമുക്ക് I ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എമ്മിനുള്ള ഇക്വേഷൻ കിട്ടും μ0 pi a square n1 n2 L, μ0 pi a square n1 n2 L. സോ അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ n1 ഈ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എമ്മിനുള്ള ഇക്വേഷൻ. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നമ്മൾ ഫസ്റ്റ് ലൂപ്പിലൂടെ കറണ്ട് പാസ് ചെയ്ത് സെക്കൻഡ് ലൂപ്പിൽ ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്താലും, സെക്കൻഡ് ലൂപ്പിലൂടെ കറണ്ട് പാസ് ചെയ്ത് ഫസ്റ്റ് ലൂപ്പിൽ ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്താലും ഒന്ന് തന്നെയായിരിക്കും. സോ അതുകൊണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒറിജിനൽ കേസ് കൺസിഡർ ചെയ്യാം. സോ ഇവർക്കിടയിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് m is equal to μ0 pi a square n1 n2 into L. സോ അതുകൊണ്ട് തന്നെ ഈ ഷോർട്ട് സോളിനോയിഡിലൂടെ കറണ്ട് ഐ പാസ് ചെയ്യുമ്പോൾ ലോങ് സോളിനോയിഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡും ഇതിനെ ഐ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതിയല്ലോ. ദാറ്റ് ഈസ് വിച്ച് വിൽ ബി ഈക്വൽ ടു ദിസ് ഇൻറ്റു ഐ. അതായത് നമ്മുടെ സെയിം ഫ്ലക്സിനുള്ള ഇക്വേഷൻ തന്നെയായിരിക്കും നമുക്ക് ഷോർട്ട് സോളിനോയിഡിലൂടെ കറണ്ട് ഐ പാസ് ചെയ്യുമ്പോൾ
ലോങ് സോളിനോയിഡിലും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ലൂപ്പിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ തൊട്ട് അപ്പുറത്ത് കിടക്കുന്ന ലൂപ്പുകളിൽ മാത്രമല്ല EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. പകരം നമ്മൾ കറണ്ട് കടന്നു പോകുന്ന ഇതേ ലൂപ്പിൽ തന്നെ, ഇതേ കണ്ടക്ടർ സൈക്കിളിൽ തന്നെ, നെറ്റ്വർക്കിൽ തന്നെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഈ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. നേരത്തെ പറഞ്ഞതുപോലെ ദി സെൽഫ് ഇൻഡക്ഷൻ അഗെയിൻ വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദി കറണ്ട് ഫ്ലോയിങ്. ദാറ്റ് ഈസ് the flux associated with the same loop is proportional to phi is proportional to I. So നമുക്ക് phi equation formula എങ്ങനെ മാറ്റി എഴുതാം? Phi is equal to a constant into I, that is phi is equal to L into I, where this proportionality constant is called self-inductance or simply inductance. നേരത്തെ എം നമ്മുടെ ജിയോമെട്രിയെയും സൈസിനെയും ഷേപ്പിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇവിടെയും അതേപോലെ ഇതിൻ്റെ സൈസിനെയും ഷേപ്പിനെയും ഒക്കെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്നത്. നേരത്തെ DL1 DL2 കണ്ടതുപോലെ ഇവിടെ DL1ഉം DL2ഉം സെയിം ആണ് എന്ന് മാത്രം. അപ്പോൾ രണ്ട് ഇൻ്റഗ്രൽ ഇവിടെയും വരുന്നുണ്ട്, ബട്ട് രണ്ടും സെയിം ആണ്, ഒരുപോലെയാണ് വരുന്നത്. ബട്ട് അതിൻ്റെ സൈസിനെയും ഷേപ്പിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? റിലേറ്റീവ് പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇത് ഒരേ ലൂപ്പാണല്ലോ, അവർക്കിടയിലുള്ള റിലേറ്റീവ് പൊസിഷൻ എന്ന് പറയുമ്പോൾ 0 ആണല്ലോ. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രം. ഓക്കെ, അതുപോലെ നമ്മുടെ ഇൻഡ്യൂസ്ഡ് EMF അഗെയിൻ നമ്മൾ phi is equal to Li കൊടുക്കുകയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF is equal to minus d phi by dt, that is minus L ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് minus L di by dt, where this inductance is measured in Henrys, where Henry is volt second per ampere. അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് ഇൻഡക്റ്റൻസും അതുപോലെ നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ഷൻ തമ്മിലുള്ള റിലേഷൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. So this is the assignment. Establish the relation between mutual inductance and self-inductance. M is equal to K into root of L1 L2.